അരമണിക്കൂറിനുള്ളിൽ തന്നേക്കാം. അപ്പോൾ നമ്മുടെ മാച്ച് അവിടെ സ്റ്റാർട്ടായി. ഹലോ ഗൈസ്, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ വാർഗോഡ് വാർഫെയർ ലൈറ്റിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സ്ലോട്ട് നമ്പർ 1 സ്ലോട്ട് നമ്പർ 1 അല്ലല്ലോ, സ്ലോട്ട് നമ്പർ 2 ഹോക്സ് നിൽപ്പുണ്ട്. PX ടീം സെറ്റാണ്. PB ടീം റെഡ് എക്സിലെ മെമ്പേഴ്സ് അവിടെ സെറ്റാണ്. PK ബ്ലൈൻഡേഴ്സ് ആയിട്ട് PB ടീം ഇവിടെ സെറ്റാണ്. ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് സെറ്റാണ്. 1X സെറ്റാണ്. AGM ടീം സെറ്റാണ്. ബ്രൂട്ടൽ ടീം സെറ്റാണ്. F2PC സെറ്റാണ്. B4M, ZRM, LX ആൻഡ് ബ്രെയിൻ ടീം മെമ്പേഴ്സ് എല്ലാം അവിടെ സെറ്റായിട്ട് നിൽക്കുന്നത്. ടീം 14 മുതൽ നിൽക്കുന്നത് നമ്മുടെ സൈറസ് ടീമാണ്. സൈറസ് ടീം, BIA ടീം, MRC ടീം, കേരള ടീം ആൻഡ് LMX ടീം. നമ്മുടെ DCയിലെ മെമ്പേഴ്സിനെ ഇന്ന് കണ്ടില്ലല്ലോ. യെസ്, DC, ഷീൻ, കരൺ, ഹോർണറ്റ് ആൻഡ് കില്ലേഴ്സ് അവിടെ കയറിയിട്ടുണ്ട്. വാർഗോഡ് ടീം അവിടെ സെറ്റാണ്. KWC സെറ്റാണ്. ബ്ലൈൻഡ് ടീം അവിടെ സെറ്റാണ്. ബ്ലൈൻഡിൻ്റെ മനോഹരമായ പ്രകടനമായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോൾ DKC ടീം എല്ലാം സെറ്റായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റൊക്കെ അവിടെ ചാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഫ്ലൈറ്റ് അവിടെ മിലിറ്ററി ബേസിൻ്റെ അടുത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പേരിപ്പേരിന് മുകളിലായിട്ട്, റൂയിൻസിന് മുകളിലായിട്ട്, ഷൂട്ടിംഗ് റേഞ്ചിന് മുകളിലായിട്ട് അവസാനം കടലിൽ അവസാനിക്കാനാണ് നമ്മുടെ ഫ്ലൈറ്റ് പാത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അപ്പോൾ മാക്സിമം ബ്രെയിൻ ലൈറ്റിൻ്റെ ഫ്ലൈറ്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സ്കോർപിയോ, ഹോർണറ്റ് എല്ലാം ഒപ്പം തന്നെ അവർക്ക് ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോക്സ് ടീം ഓൾറെഡി അവിടെ ജമ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. KWH ടീം അവിടെ ജമ്പ് എടുത്ത് കഴിഞ്ഞു. ബ്രെയിൻ ടീം അവിടെ ജമ്പ് എടുത്ത് കഴിഞ്ഞു. ZRM ടീം അവിടെ ചാടി കഴിഞ്ഞു. അതേപോലെ ടീം നമ്പർ 7 മെമ്പേഴ്സ് അവിടെ ചാടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മിലിറ്ററി ബേസ് ലക്ഷ്യമാക്കിയാന്ന് തോന്നുന്നു ഇവരുടെയൊക്കെ പോക്ക്. എന്തായാലും ഹോക്സ് ടീമൊക്കെ അവിടെ ഊട്ടി നടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ബ്രെയിനിലെ മെമ്പേഴ്സ് ചാടുന്നതായിട്ട് കാണാം. ZRM ടീമിനെ കാണാം. അപ്പോൾ എല്ലാവരും മിലിറ്ററി ബേസ് റീജിയനാണെന്ന് തോന്നുന്നു പ്രിഫർ ചെയ്തേക്കുന്നത്. എന്തായാലും AGM ടീം അവിടെ പോച്ചിങ് ഏരിയയിലോട്ടാണോ, വാർഗോഡ് ടീം ആണ് പോച്ചിങ് ഏരിയയിലേക്ക്, വാർഗോഡ് ടീം അവിടെ പോച്ചിങ് ഏരിയയിലൊക്കെ ലക്ഷ്യമാക്കി പോകുന്നുണ്ട്. MRC ടീം അവിടെ ആസ് യൂഷ്വൽ ഗാഡ്കേഡ് ഏരിയ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ട് സീറോ ടീം ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ക്വയറി, പ്രിമോസ്ക് റീജിയൻ പ്രിഫർ ചെയ്തേക്കുന്നത്. എന്തായാലും ബാക്കി മെമ്പേഴ്സൊക്കെ അവിടെ ചാടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂൾ ഏരിയയിലേക്ക് കുറച്ച് ടീംസ് പോകുന്നതായിട്ട് കാണാം. ZRM ടീം എന്തായാലും അവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ പാലത്തിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവർ വണ്ടിയൊക്കെ എടുത്ത് പോകാനുള്ള സെറ്റപ്പിലാണെന്ന് തോന്നുന്നു. അപ്പം അത് KWH ടീം ആസ് യൂഷ്വൽ നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ബ്രെയിൻ ടീം തൊട്ടടുത്ത് കാണാം. ZRMലെ മെമ്പേഴ്സ് അവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. വാർഗോഡ് ടീമിൻ്റെ അടുത്തേക്ക് പോകാം. വാർഗോഡ് ടീമിൻ്റെ അടുത്ത് തന്നെ ആദ്യം തന്നെ ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. വാർഗോഡിൻ്റെ അടുത്ത് 5 ടീംസ് ഉണ്ട്. ടീം നമ്പർ 14, 3 and 24 അവിടെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാർഗോഡിലെ കിൽറാറ്റ്, മെർമെയിൻ, ജഡ്ജറെല്ലാം ഓടി കിടക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സ്ക്രീനൊന്നും ലോഡായി വരാനുള്ള താമസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡീസിലെക്കാരൻ അവിടെ മേളിൽ ചർച്ച ഏരിയ ലൂട്ട് ചെയ്യുന്നുണ്ട്. BIA ടീം ഒരു കോമ്പൗണ്ട്, PX ടീം ഒരു കോമ്പൗണ്ട്, സൈറസിലെ മെമ്പേഴ്സ് ഒരു കോമ്പൗണ്ട് എല്ലാം ലൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫൈറ്റ് ഏത് നിമിഷം വേണമെങ്കിലും നടക്കാം. വാർഗോഡ് സാംസണൊക്കെ സൈറസിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ ഉള്ള ചാൻസ് ഞാൻ അവിടെ കാണുന്നുണ്ട്. ആദ്യം തന്നെ അവിടെ സൈറസ് ഡിമോണിക്ക് അവിടെ നല്ല ഹെൽത്ത് ഡാമേജ് കിട്ടിയിട്ടുണ്ട്. PX ടീം മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ PX ടീമിൻ്റെ അടുത്ത് സൈറസിലെ ഡിമോണിക്കാണ് അവിടെ ആദ്യം ഡൗൺ അയക്കുന്നത്. അപ്പോൾ ബാക്കി സൈറസിലെ മെമ്പേഴ്സ് അവിടെ എത്താൻ സാധിക്കുന്നതിൽ മുമ്പ് തന്നെ ഡ്യൂഡ് PX അവിടെ കിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ BA ടീം ആദ്യം തന്നെ കോമ്പൗണ്ടുകളിൽ ലൂട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഷെസാമൊക്കെ അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൈറസ് ടോയിൽ അവിടെ 008 ടോയിലിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഷെസാം അവിടെ കയറി വരുന്നുണ്ട്. ഓപ്പണിൽ നിന്ന് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവർ തമ്മിലുള്ള ഫൈറ്റ് ഓപ്പണിൽ നിന്ന് കണ്ടു. അതോടൊപ്പം തന്നെ വാർഗോഡിലെ മെമ്പേഴ്സ് അവിടെ ഡ്യൂഡ് ടീം നമ്മുടെ PX ടീമിൻ്റെ അടുത്തേക്ക് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ BIA ടീം ഇവിടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ 3 ടീമുകൾ തമ്മിലുള്ള വമ്പി ചട്ടി നടക്കാൻ ചാൻസ് ഉണ്ട്. വേറെ എങ്ങനെ തൽക്കാലം ഫൈറ്റൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം ഈ ഏരിയയിലാണ് ഫൈറ്റുകൾ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ PXലെ ഷെസാം നല്ലൊരു നെയ്ഡ് എറിഞ്ഞിട്ടുണ്ട് സൈറസ് ടീമിൻ്റെ അടുത്തേക്ക്. ആ നെയ്ഡ് പൊട്ടുവാണെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കണ്ട. അപ്പം എന്തായാലും നെയ്ഡാണോ മോളിയാണോ എന്നറിയത്തില്ല. എന്തായാലും മോളി കാര്യങ്ങളാണ്. എന്തായാലും PX ടീം ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഒന്ന് ബാക്കിലേക്ക് വലിഞ്ഞിട്ടുണ്ട്. വാർഗോഡിലെ മെമ്പേഴ്സ് അവിടെ ക്യാമ്പിങ് ചെയ്യുന്നുണ്ട്. മെർമൈനൊക്കെ അവിടെ ലൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുകൊണ്ടിരിക്കുന്നുള്ളൂ. സൈറസ് ടോയിൽ അവിടെ കയറി ചെല്ലുന്നുണ്ട് PX ടീമിൻ്റെ അടുത്തേക്ക്. അപ്പോൾ അവരുമായിട്ടുള്ള ഫൈറ്റ് ആദ്യം തന്നെ എടുത്തേ അടങ്ങും എന്നുള്ളതാണെന്ന് തോന്നുന്നു. ഗായ്സ് എന്ത് ലൈവ് കാണാനൊന്നും ആരും കാണുന്നില്ല. ആരും ഇവിടെ എത്തിയിട്ടില്ല ലൈവ് കാണാൻ. ഇപ്പോൾ ലൈവുമായിട്ടുള്ള ഒരു സീൻ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ആരെയും.
ഡി സിയിലെ ഷീനൊക്കെ അവിടെ ബാക്കി വണ്ടിയൊക്കെ എടുത്ത് പോകുന്നത് കാണാൻ ഡി സി മെമ്പേഴ്സ് തൊട്ടടുത്ത് തന്നെ കാണുന്നുണ്ട്. തൊട്ടപ്പുറത്തെ ഡി സിയിലെ 2 മെമ്പേഴ്സ്. ഡി സിക്കാരൻ നല്ലൊരു സ്പോട്ടിലാണ്. അപ്പോൾ അതേമാതിരി തന്നെ ബാക്കി ഡി സി മെമ്പേഴ്സ് നല്ല സ്പോട്ടിലാണ്. ബ്രെയിൻ ആൻഡ് സെഡാറത്തിൻ്റെ ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ബ്രെയിനിലെ മെമ്പേഴ്സ് ഗെയിൻ ട്രഫീക്കൊക്കെ അവിടെ ഓടിയിട്ടുണ്ടായിരുന്നു. സെഡാറമിലെ മെമ്പേഴ്സ് സെഡാറം റീപ്പിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. സെഡാറം സീറോനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സെഡാറം ക്യാപ്റ്റനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ ബ്രെയിനിൽ റഫീഖിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. സെഡാറം ക്യാപ്റ്റൻ എന്തായാലും ബ്രെയിനിലെ ബാക്കി മെമ്പേഴ്സ് റഫീഖ് അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഫിനിഷ് ആയിട്ടുണ്ട്. ബ്രെയിൻ ലൈറ്റ്നിങ് അവിടെ കയറി വരുന്നുണ്ട്. ബ്രെയിൻ ലൈറ്റ്നിങ് ആൻഡ് പണിഷർ അവിടെ കയറി വരുന്നുണ്ട്. സീറോ അവിടെ റീപ്പിനെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രെയിനിലെ മോഹു ദൂരെന്ന് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സെഡാറം ക്യാപ്റ്റൻ്റെ അടുത്തേക്ക് ബാക്കി മെമ്പേഴ്സ് കയറി ചെന്ന് സെഡാറം ക്യാപ്റ്റൻ അവിടെ ഷോട്ട് ഗൺ വെച്ചുള്ള പ്രയോഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സെഡാറം റീപ്പൊക്കെ ബാക്കിൽ കൂടെ കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രെയിൻ ലൈറ്റ്നിങ് അവിടെ മേളിൽ കയറി ചെന്നിട്ടുണ്ട്. സെഡാറം ക്യാപ്റ്റൻ ബ്രെയിൻ ലൈറ്റ്നിങ്ങിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചു. എന്തായാലും ബ്രെയിൻ ക്യാപ്റ്റനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നിന്ന് തന്നെ മേളിൽ കൂടെ തന്നെ മെമ്പേഴ്സിൻ്റെ സെഡാറം ക്യാപ്റ്റനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഡൗൺ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് സെഡാറം സീറോ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. സീറോനെ റിവൈവ് ചെയ്യാനായിട്ട് റീപ്പ് ശ്രമിക്കുകയോ എന്ന രീതിയിൽ എന്തായാലും റീപ്പ് അവിടെ പുറകിലോട്ട് മാറിയിട്ടുണ്ട്. ബ്രെയിൻ ലൈറ്റ്നിങ് അവിടെ കൂടി ചെല്ലുന്നുണ്ട്. റീപ്പിൻ്റെ അടുത്തേക്ക് നേടും കാര്യങ്ങൾ ഡി സി കില്ലേഴ്സ് അവിടെ സൈറസിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഡി സി കില്ലർ എന്തായാലും സൈറസിനെ ദൂരെ നിന്ന് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സെഡാറം റീപ്പിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രെയിനിലെ മെമ്പേഴ്സ് ഡൗൺ ചെയ്തിട്ടുണ്ട്. സെഡാറം മോഹുദ് വളരെ ദൂരെ എന്ന് ഫയർ എടുത്തുകൊണ്ടിരിപ്പുണ്ട്. സെഡാറാമിലെ ബാക്കി മെമ്പേഴ്സ് എല്ലാം അവിടെ നഷ്ടപ്പെടുന്നു. അത് നമുക്ക് തിരിച്ച് പോച്ചിങ്ങിലേക്ക് പോകാം. പോച്ചിങ്ങിൽ നടക്കുന്ന ഫൈറ്റിലേക്ക് പോകാം. ഡി സി മെമ്പേഴ്സ് അവിടെ ഫയർ എടുക്കുന്നുണ്ടായിരുന്നു. വാർഗോഡ് ബ്രെയിൻ ലൈറ്റിംഗ് സെഡാറം റീപ്പിനെ അവിടെ എന്തായാലും ഡൗൺ. വാർഗോഡിലെ മെമ്പേഴ്സ് അവിടെ ഫയർ എടുക്കുന്നതാണ്. തൊട്ടപ്പുറത്ത് ടീം നമ്പർ 3നെ നമുക്ക് കാണുന്നുണ്ട്. 3ക്ക് അവിടെ നല്ല ഫൈറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. 3ലെ ഓക്കെ പങ്ക് പി എക്സ് ഒക്കെ അങ്ങ് കയറി ചെന്നിട്ടുണ്ടായിരുന്നാലും ഡി സി കില്ലേഴ്സിൻ്റെ അടുത്തേക്ക് ബാക്കി നമ്മുടെ സൈറസിലെ മെമ്പേഴ്സ് കയറുന്നുണ്ടല്ലോ. സൈറസിലെ മെമ്പേഴ്സ് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കില്ലു ജി സി ഗ്രൗണ്ട് സീറോയുടെ ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഗ്രൗണ്ട് സീറോയുടെ ഫൈറ്റ് എവിടെ നടക്കുന്നത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണെന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഗ്രൗണ്ട് സീറോ ഓക്കെ എ ജി എം ടീമിൻ്റെ അടുത്തേക്കാണ്. എ ജി എം നറൂട്ടോ അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. നറൂട്ടോയുടെ അടുത്ത് ബാക്കി മെമ്പേഴ്സ് കില്ലു ആക്കി ജി സി ആൻഡ് ട്രെയിൻ ജി സി അവിടെ എത്തിയിട്ടുണ്ട്. അവർ നറൂട്ടോനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കില്ലു ആൻഡ് ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് ഹസ്കി എ ജി എം ഒക്കെ അവിടെ ഓടി നടക്കുന്നത് കാണാൻ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ ബാക്കി എങ്ങും ഫൈറ്റ് തൽക്കാലത്തേക്ക് നടക്കുന്നില്ല എന്ന് തോന്നുന്നു. വാർഗോഡ് സാംസൺ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. വാർഗോഡിലെ മെമ്പേഴ്സ് ഓരോന്നായിട്ട് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. വാർഗോഡ് അബ്സോർവർ പി എക്സ് ആണ് അവിടെ ഡൗൺ ആയിരിക്കുന്നത്. അബ്സോർവർ പി എക്സിൻ്റെ അടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. ജഡ്ജർ എല്ലാം കൂടെ ഓപ്പണിൽ കൂടെ കയറി ചെല്ലുന്നുണ്ട്. ഷസാം പി എക്സ് ഓക്കെ വാർഗോഡ് ജഡ്ജറിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് പങ്ക് പി എക്സ് ഡൗൺ ചെയ്തിട്ടുണ്ട്. വാർഗോഡ് സാംസൺ അവിടെ ചെല്ലുന്നുണ്ട്. കവറിലാണ് തൽക്കാലത്തേക്ക് നിൽക്കുന്നതെങ്കിലും എന്തായാലും പങ്ക് അവിടെ ഡി സി മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഡി സി വെസ് വാർഗോഡ് വെസ് പി എക്സ് ടീമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡി സി മെമ്പേഴ്സ് ആൻഡ് പങ്ക് പി എക്സിന് നല്ല ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചു. ജഡ്ജർ ഇപ്പോഴും ഡൗൺ ആണ്. ജഡ്ജറിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പി എക്സിലെ ബാക്കി ഷസാം അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ട് ഡൂഡ് പി എക്സ് അവിടെ അബ്സോർബറിനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പി എക്സിലെ മെമ്പേഴ്സ് അവിടെ ഓരോന്നായിട്ട് നമ്മുടെ വാർഗോഡ് ടീമിനെ അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പി എക്സിൻ്റെ മനോഹരമായ പ്രകടനം. തൊട്ടിപ്പുറത്ത് ഡി സി മെമ്പേഴ്സ് ഷീനൊക്കെ കയറി വരുന്നുണ്ട്. ഡി സി മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് നടക്കാൻ ഡി സി ഷീൻ അവിടെ ദൂരെ നിന്ന് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ബാക്കി അബ്സോർവർ പി എക്സ് ഒക്കെ അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഡി സി ടീമിൻ്റെ അടുത്തേക്ക് ഡി സി ടീമിൻ്റെ മെമ്പേഴ്സ് ഡി സി കില്ലേഴ്സ് അവിടെ ഹോൾഡ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ വാർഗോഡിൻ്റെ ടീം കില്ലൊക്കെ സീറോ ആയിരുന്നെങ്കിൽ തന്നെയും പക്ഷേ അവർ മനോഹരമായിട്ട് പൂരിതാൻ ശ്രമിച്ചു നടന്നില്ല. എന്തായാലും ബാക്കി നമ്മുടെ ബി ഐ എ ടീം ഇപ്പോഴും നമുക്ക് സീനിൽ കാണുന്നുണ്ട്. ബി ഐ എ ടീം തൊട്ടടുത്ത് അബ്സോർവർ പി എക്സ് അബ്സോർവർ പി എക്സിനെ നിക്ക് അവിടെ എന്തായാലും ഡൗൺ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡ്യൂഡ് പി എക്സ് പങ്ക് പി എക്സ് അവിടെ ഫൈറ്റ് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സെഡാറം മോഹു അവസാനം ഹോക്സിലെ ട്രാമ്പിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. സെഡാറം മോഹു ഒറ്റയ്ക്ക് അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഹോക്സിലെ മെമ്പേഴ്സിൻ്റെ അടുത്തായിരുന്നു എന്തായാലും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. മോഹു അവിടുന്ന് ഓടുന്നുണ്ട്. ഡി സിനെ ഡി സി അല്ലേ ഡി സിയുമായിട്ടുള്ള ഫൈറ്റല്ലേ നമ്മളിപ്പോൾ സ്പെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഡി സിയിലെ ബാക്കി കില്ലേഴ്സൊക്കെ ആയിരുന്നു അവിടെ ഫയർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡി സി കില്ലേഴ്സ് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ട്. പി എക്സ് ടീമിൻ്റെ അടുത്തേക്കാണ് ഡി സി കില്ലർ ഓടി എത്തുന്നത്. തൊട്ടപ്പുറത്ത് ഷസാം പി എക്സ് ആൻഡ് പങ്ക് പി എക്സ് ഓരോരോ കോമ്പൗണ്ടുകളിലായിട്ട് വയ്ക്കുന്നു. ഡി സി ഹോണറ്റ് ഇവിടെ സീനിലേക്ക് എത്തിയിട്ടുണ്ട്. ബാക്കി ഡി സിയിലെ 2 മെമ്പേഴ്സ് ഇവിടെ സീനിലെത്തിയതുകൊണ്ട് ഡി സി ടീം അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഡി സി മെമ്പേഴ്സ് എൻ്റെ തൊട്ടടുത്ത് തന്നെ ബി ഐ എ മെമ്പേഴ്സ് ഉണ്ട്. ബി ഐ എയുമായിട്ടുള്ള ഫൈറ്റും നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ബി ഐ എ മെമ്പേഴ്സ് അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഗൈസ് നിങ്ങൾ ഈ ഫൈറ്റ് ഒന്ന് കാണി. ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് ഓട്ടിച്ചിട്ട് വരാം. വൺ സ്പിരിറ്റ് വൺ ടീം ആൻഡ് വൺ വിത്ത് ടീം ഡി സി എന്ന് പറയുന്നുണ്ട്. ഡി സിക്ക് സപ്പോർട്ടുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡി സിയിലെ മെമ്പേഴ്സ് അവിടെ കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡി സി കില്ലേഴ്സ് ബാക്കിൽ നിന്ന് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പം തൽക്കാലത്തേക്ക് സ്കോർപ്പിയൻ അവിടെ അബ്സോർവർ PXനെ വീണ്ടും ഡൗൺ ചെയ്തിട്ടുണ്ട്. അബ്സോർവർ PX വീണ്ടും നോക്കായിക്കൊണ്ടിരിക്കുന്നു. അബ്സോർവറിൻ്റെ ഹെൽത്ത് വളരെ പെട്ടെന്ന് തന്നെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് കാണാം DEC കില്ലേഴ്സ് അവിടെ ഓടി നടന്നുകൊണ്ടിരിക്കുന്നത്. DEC കരൺ അവിടെ ഓടി നടക്കുന്നു. അതേ മാതിരിയാണ് DECയിലെ നിക്ക് BIനെ സ്പോട്ട് ചെയ്ത് ഷസാം PXയുടെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. നിക്കിനെ എങ്ങനെ സ്പോട്ട് ചെയ്തു എന്നറിയത്തില്ല, എന്തായാലും സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഷസാം PX നിക്ക് BIനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കില്ലും ചെയ്തിട്ടുണ്ട്. സിബിൻ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. സ്കോർപ്പിയോ അവിടെ ദൂരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അബ്സോർവറിനെ അവിടെ റിവൈവ് ചെയ്തിട്ടുണ്ട്. കില്ലേഴ്സ് DECയിലെ മെമ്പേഴ്സ് അവിടെ ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഫൈറ്റ് ഒന്നും എടുക്കാതെ കയറുന്നില്ല DECയിലെ ബാക്കി മെമ്പേഴ്സ്. DEC ഷീൻ അവിടെ എത്തിച്ചേരുന്നതോടുകൂടി ബാക്കി ഫൈറ്റൊക്കെ അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. ബാക്കി എങ്ങും തന്നെ ഫൈറ്റ് ഇപ്പോൾ തൽക്കാലം നടക്കുന്നില്ല. ഹോക്സിലെ മെമ്പേഴ്സ് വളരെ സ്പ്രെഡാണ്. ബ്രെയിൻ ടീം അവിടെ എത്തിയിട്ടുണ്ട്. ZRMലെ മെമ്പറുമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. ZRM മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് ZRM മോഹുവിൻ്റെ അടുത്തേക്കാണ് കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. ZRM മോഹുവിൻ്റെ തൊട്ടപ്പുറത്ത് വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്ന കാണാം. ZRM മോഹുവിനെ നോക്കുകയാണെങ്കിൽ മോഹു ഒറ്റയ്ക്ക് ഒരു സ്പോട്ട് ചെയ്ത് നിൽക്കുകയാണ്. ബ്രെയിൻ പണിഷർ ഓടി വരുന്നുണ്ട്. ബ്രെയിൻ പണിഷറിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നല്ല ഡാമേജ്. അപ്പോൾ ZRM മോഹു ഇൻസ്റ്റൻ്റായിട്ട് തന്നെ താഴെ ചാടിയിട്ടുണ്ട്. താഴെ വണ്ടിയൊക്കെ എടുത്ത് സെറ്റായിട്ടിരിക്കുകയായിരുന്നു. ആശാൻ എന്തായാലും അവിടെ താഴെ ചാടിയിട്ടുണ്ട്. സ്മോക്കൊക്കെ ഇട്ട് മനോഹരമായിട്ട് മോഹു ഓടിക്കൊണ്ടിരിക്കുന്നു. ബ്രെയിൻ ലൈറ്റ്നിങ് ഒക്കെ അവിടെ ഓടിച്ചെന്നുകൊണ്ടിരിക്കുകയാണ്. ZRM മോഹുവിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ZRM മോഹുവിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നു. മോഹു എന്തായാലും അവിടെ നല്ല ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ബ്രെയിൻ പണിഷറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബ്രെയിൻ ലൈറ്റ്നിങ് അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ZRM മോഹുവിന് നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട്. ബ്രെയിൻ ലൈറ്റ്നിങ് എന്തായാലും മോഹു അവിടെ ഫിനിഷായിട്ട് തന്നെ ഫിനിഷ് ആയിട്ടുണ്ട്. ഹോക്സിലെ മെമ്പേഴ്സ് തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും DECയിലെ ഫൈറ്റിലേക്ക് പോകാൻ ടീം നമ്പർ 18 അടുത്ത് ഫൈറ്റ് DKC മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. DKC മെമ്പേഴ്സ് ആൻഡ് B4Mലെ മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് എനിക്ക് തോന്നുന്നു ദൂരെ എന്നുള്ള ഫൈറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് എത്രത്തോളം ക്ലോസിനാകും എന്നുള്ള അറിയത്തില്ല തൽക്കാലം. ഓക്കെ, അപ്പം 24ൻ്റെ അടുത്തേക്ക് പോകാം. വീണ്ടും 24ലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് നോക്കുകയാണ്. DEC കില്ലർ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ആസ് യൂഷ്വൽ വീണ്ടും ഹാങ് ആയിട്ടുണ്ട്. ഈ സ്ക്രീൻ ഫ്രീസ് കാരണം PUBG എന്ന് നന്നാക്കുമോ? നിവേദ വീട്ടിലോ AGM തീർന്നു ചോദിച്ചിട്ടുണ്ട്. ഇല്ല, AGMൻ്റെ ഒരു മെമ്പർ എങ്ങാണ്ട് തീർന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും AG മെമ്പറിനെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് വീണ്ടും ലോഗിൻ ആയിക്കോട്ടെ. ലോഗിനായ കാലം നമ്മൾ തീർന്നായിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ അപ്പോൾ നമ്മൾ മാച്ചിലേക്ക് തിരിച്ചെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാച്ചിലേക്ക് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ബ്ലൈൻഡ് വൂൾഫ് അവിടെ DEC കറൻറ്റിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലൈൻഡിലെ മെമ്പേഴ്സ് DECയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ DECയുമായിട്ടുള്ള ഫൈറ്റ് എപ്പോൾ വേണമെങ്കിലും നടക്കാം. DEC ഹോണറ്റിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ DEC ടീമിൻ്റെ അടുത്ത് ബ്ലൈൻഡ് ടീം കയറി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്താ സീനെന്ന് അറിയത്തില്ല. DEC കില്ലേഴ്സ് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. DEC കില്ലേഴ്സിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ ബ്ലൈൻഡിലെ മെമ്പേഴ്സ് ബ്ലൈൻഡ് വൂൾഫൊക്കെ അവിടെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലൈൻഡ് വൂൾഫ് ഈവോസ് എല്ലാം അവിടെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ ഫയർ. DEC കില്ലേഴ്സ് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. DEC കില്ലേഴ്സ് അവിടെ ഒരു സ്പോട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബ്ലൈൻഡിലെ മെമ്പേഴ്സ് എല്ലാം കയറി സ്ലാമിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ബ്ലൈൻഡ് വൂൾഫ് ആൻഡ് ഈവോസ് അവിടെ കയറിയിട്ടുണ്ട്. DEC കില്ലേഴ്സിന് അവിടെ നല്ല PX ടീമിനെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ PX ടീമിന് അവിടെ നല്ല ഡാമേജ് ഒക്കെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. BAയിലെ CB ഒക്കെ ഇപ്പോഴും അവിടെ ഹോൾഡ് ഇരിക്കുന്നുള്ളൂ. DKC വൈപ്പർ AGM ടീമിനെ കാണിക്കാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ AGM ടീമിലേക്ക് പോകാം. AGM ടീമിലെ ടൈറ്റൻ ഹാസ്കി ആൻഡ് ടൈറ്റൻ നമ്മുടെ സിഗ്സാഗ് ഇപ്പോഴും ഉണ്ട്. നറൂട്ടോ മാത്രമേ ഫിനിഷ് ആയിട്ടുള്ളൂ. ബാക്കി മെമ്പേഴ്സ് എല്ലാം അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. എന്താണെന്നറിയത്തില്ല. അവരൊപ്പം വലിയ ഫൈറ്റും കാര്യങ്ങളൊന്നും എടുക്കാതെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഹോക്സ് ടീം ആൻഡ് ബ്രെയിൻ ടീം എപ്പോൾ വേണമെങ്കിലും അടുത്തടുത്ത് വരാം. അവർ തമ്മിലുള്ള ഫൈറ്റ് നടക്കുക. F2P ടീമിന് സോണിലേക്ക് നല്ല ദൂരം പോകാനുണ്ട്. ടീം നമ്പർ 24ൻ്റെ അടുത്തേക്കാണ് ബാക്ക് 7 ടീംസ് ഉള്ളത്. അപ്പോൾ അവർ തമ്മിലുള്ള ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ DC കില്ലർ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നുള്ളൂ. ബ്ലൈൻഡിലെ വൂൾഫൊക്കെ അവിടെ കയറി വരുന്നുണ്ട്. ബ്ലൈൻഡ് വൂൾഫൊക്കെ അവിടെ കയറി പുഷ് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. BIയിലെ മെമ്പറിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. ബ്ലൈൻഡ് വൂൾഫ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. DC കില്ലർ അവിടെ കയറി പോകുന്നുണ്ട് ഫയർ എടുക്കാനായിട്ട്. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ബ്ലൈൻഡ് ഡിവേഴ്സ് DC കില്ലറിനെ കൂടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. DC കില്ലർ ഇൻസ്റ്റൻ്റായിട്ട് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എന്തായാലും DC കില്ലർ ബാക്കി BIനെ നോക്കുകയാണെങ്കിൽ BIA ടീം അവിടെ ചുറ്റും വളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. BIA സ്കോർപ്പിയോ ഒക്കെ. അപ്പോൾ DKC ടീമിൻ്റെ അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. അത് എവിടെ നോക്കട്ടെ. LMX ടീമിൻ്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ LMX ടീം അവിടെ കേരള ടീമായിട്ട് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. DKC ആറ്റം ഒക്കെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം LMX ടീം അവിടെ ദൂരെ നിന്ന് ഫൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കേരള സിനിസ്ട്രോ ഒക്കെ എത്തിയിട്ടുണ്ട്. കേരള സിനിസ്ട്രോ DKC മെമ്പേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. ഈ ഓളിലിട്ട് സംസാരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പ്ലീസ് ദയവ് ചെയ്ത് ഓളിലിട്ട് സംസാരിക്കാതിരിക്കുക. അപ്പം നിങ്ങൾ ഓളിലിട്ട് സംസാരിക്കുന്നതനുസരിച്ച് നമുക്ക് ഡിസ്റ്റർബൻസ് ആവുന്നതായിരിക്കും. നമുക്ക് സ്ട്രീം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ടീം നമ്പർ 17 എന്തായാലും അവിടെ നിന്ന് വണ്ടി എടുത്ത് പോയിട്ടുണ്ട്. നല്ല ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നു കേരള ടീമിനെ ഓൾമോസ്റ്റ് വണ്ടി പൊട്ടിച്ചു എന്ന് പറയാം. പക്ഷേ എന്തായാലും രക്ഷപ്പെട്ട് പോയിട്ടുണ്ട്. എന്തായാലും എംപറർ DKC ടീമിൻ്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ആ ഫൈറ്റ് എവിടെയാണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല. എന്തായാലും നമുക്ക് ഹോക്സിൻ്റെ ഫൈറ്റിലേക്ക് പോകുകയാണെങ്കിൽ MRC ബ്രെയിനൊക്കെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോക്സ് പാണ്ടയൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുള്ളൂ. സ്ക്രീൻ ഫ്രീസ് ആസ് യൂഷ്വൽ. സ്ക്രീൻ ഫ്രീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഒരു രക്ഷയില്ലാത്ത സ്ക്രീൻ ഫ്രീസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വരാൻ കയറി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കയറി വരുന്ന സമയത്ത് PX എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. PX ടീം ഓൾറെഡി ഫിനിഷ്ഡ് ബ്രോ. PX ടീം ഓൾറെഡി ഫിനിഷ്ഡ്. അപ്പം നമ്മൾ രണ്ടാമത്തെ തവണയാണ് മാച്ച് ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ സ്ക്രീൻ ഫ്രീസ് കാരണം അപ്പോൾ ഹോക്സ് പാണ്ഡെ അവിടെ ബ്രെയിൻ ലൈറ്റനിങ്ങിനൊക്കെ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോക്സിലെ വില്ലൻ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഹോക്സിലെ മെമ്പേഴ്സ് എല്ലാം ഓരോന്നായിട്ട് ബ്ലീഡ് ഔട്ട് ആവുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് ബ്രൂട്ടൽ ടീമിലെ മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ബ്രൂട്ടൽ ടീമിൻ്റെ ഫൈറ്റിലേക്ക് പോകാനെങ്കിൽ ബ്രൂട്ടൽ റോഗൊക്കെ അവിടെ ഫയർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബ്രൂട്ടൽ മെമ്പേഴ്സ് ആർക്കെതിരെയാണെന്ന് അറിയത്തില്ല. എന്തായാലും ഒരു ഫയർ എടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും തൊട്ടപ്പുറത്ത് ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് ഹോഗ് റൈഡർ ഒക്കെ എന്നെ കാണാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് അവിടെ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർക്കെതിരെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സിൻ്റെ എതിരെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഓളിൽ അവിടെ കിടന്ന് ചാറ്റിംഗ് ഒക്കെ നടത്തുന്നേ ഉള്ളൂ ഇപ്പോഴും. ഇപ്പോൾ ഓൾ ചാറ്റ് എപ്പോഴും അല്ല. അപ്പം അതായത് തന്നെ നമ്മുടെ ടീം നമ്പർ 16 അടുത്ത് ഫൈറ്റ് നടക്കുന്നുണ്ട്. F2P ടീമിൻ്റെ ഫൈറ്റാണ്. F2P നക്കുലൊക്കെ അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. MRC പോക്കോനെയൊക്കെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. MRC പോക്കോ ഒക്കെ അവിടെ ആയിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഓംകാർ സിംഗ് ഒക്കെ അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. MRC ടീമിനെതിരെ ഓപ്പണി പിടിച്ചിട്ടുണ്ട്. എന്തായാലും MRC റബലൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ബാക്കി F2Pയിലെ മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട്. വണ്ടി എടുത്ത് പുഷ് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നത്. അപ്പോൾ എന്തായാലും വണ്ടി എടുത്ത് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടീം നമ്പർ 9ലെ മെമ്പേഴ്സ് അവിടോട്ട് കയറി ചെന്നിട്ടുണ്ട്. 9ലെ മെമ്പേഴ്സ് അവിടെ സ്ലാമിങ് ചെയ്യുമ്പോൾ MRC ബീനൊക്കെ അവിടെ ഓടി എത്തിക്കൊണ്ടിരുന്നത്. F2P കിങ് ഒക്കെ അവിടെ ഓടിക്കിട്ട് ഇരിക്കുന്നത്. F2Pയിലെ ഫയർസ് ഒക്കെ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ F2P നക്കുൾ അവിടെ കയറി ചെന്നിട്ടുണ്ട്. സിയാസ് അവിടെ ഓടുന്നുള്ളൂ. ഓംകാർ സിംഗിന് നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട്. ഓംകാർ സിംഗ് ഓൾമോസ്റ്റ് 1 HP നിൽക്കുന്നത്. അതുപോലെ തൊട്ട് ഡെവിൽ കിങ് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഡെവിൽ കിങ്ങിൻ്റെ അടുത്തേക്ക് നോക്കുകയാണെങ്കിൽ ഓംകാർ അവിടെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കി MRCയിലെ മെമ്പേഴ്സ് അവിടെ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നേ ഉള്ളൂ. MRC പോക്കോനെ നക്കുൾ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു നീഡ് വന്ന് ഡെവിൽ കിങ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഡെവിൽ കിങ്ങിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെവിൽ കില്ലിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓംകാർ സിംഗിൻ്റെ അടുത്തേക്ക് ബാക്കി മെമ്പർ കയറി. മിസ്റ്റർ ബീൻ അവിടെ മനോഹരമായിട്ടുള്ള ഫൈറ്റിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ ബീൻ്റെ A1 പ്രകടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നക്കിൾ അവിടെ ഡൗൺ ആണ്. ഓംകാർ സിംഗിൻ്റെ അടുത്തേക്ക് കയറി ചെന്നിട്ട് FTPയിലെ സിയാസ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഉള്ളൂ. നമ്മുടെ മിസ്റ്റർ ബീനിനെ നോക്കുവാണെങ്കിൽ
മിസ്റ്റർ ബീൻ്റെ അടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി മെമ്പേഴ്സ്. എവിടെ നമ്മുടെ മിസ്റ്റർ ബീനെയൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ബ്ലൈൻഡ് വൂൾഫ് എവിടെ നിന്ന് വന്നെന്ന് അറിയത്തില്ല. ബ്ലൈൻഡ് വൂൾഫ് അവിടെ മിസ്റ്റർ ബീനെ ഫിനിഷ് ചെയ്തു വന്നു. എന്തായാലും ഓക്കെ, ബ്ലൈൻഡ് വൂൾഫ് അതുവഴി എങ്ങാണ്ട് പോയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മിസ്റ്റർ ബീനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ബ്ലൈൻഡ് വൂൾഫ്. KW ടീം ആൻഡ് KWH ആൻഡ് AGM ടീമിൻ്റെ ഫൈറ്റ് അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. KWHലെ മെമ്പേഴ്സ് ഓപ്പണിംഗ് കിടന്ന് ഓടുന്ന മെമ്പേഴ്സിനെതിരെ ഫൈറ്റ് എടുക്കുക. ഹസ്കിക്കെതിരെയൊക്കെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹസ്കിനെയൊക്കെ സ്പോട്ട് ചെയ്ത് ഫയർ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് KWH ടീം. KWH മോട്ടലൊക്കെ അവിടെ തുരിതുര ഫയർ എടുത്തുകൊണ്ടിരിക്കുന്നു. KWH ആര്യ സ്റ്റാർക്കൊക്കെ അവിടെ ഓടി ചെല്ലുന്നുണ്ട്. എന്തായാലും അവർ തമ്മിൽ ഫൈറ്റ് എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. PX ടീം ഓൾറെഡി ഫിനിഷ്ഡ് ബ്രോ. അപ്പം PX ടീമിനെ കാണിക്കാൻ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും PX ടീം ഫിനിഷ് ആയ സ്ഥിതിക്ക് അത് നമുക്ക് കാണിക്കാൻ സാധ്യതയില്ല. സ്ലോട്ട് നമ്പർ 11ൻ്റെ ഫൈറ്റ് എന്ന് പറയുമ്പോൾ ഹോക്സിലെ ബാക്കി പാണ്ഡ ആൻഡ് വില്ലൻ എന്തായാലും സോണിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അവരെങ്ങനെ സർവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോൺ എല്ലാ എക്സ്ട്രീം ഷിഫ്റ്റാണ് എടുത്തേക്കുന്നത്. ബ്രൂട്ടൽ ടീം അവിടെ സോണിൽ കയറാനുണ്ട്. കേരള ടീമിനെ ഇപ്പം നമുക്ക് കാണുന്നില്ല. കേരള ടീമിനെ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ ബ്ലൈൻഡിലെ മെമ്പേഴ്സ് ബ്ലൈൻഡ് വൂൾഫ് മാത്രമേ ശേഷിക്കുന്നുള്ളെന്ന് തോന്നുന്നു. ബാക്കി KWH ടീമിലെ മെമ്പേഴ്സ് ഇപ്പോഴും ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ AGM ടീമിനെതിരെ AGM ടീം അവിടെ ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുന്നുള്ളൂ. കോമ്പൗണ്ടിൽ വയ്ക്കുന്നു. അപ്പം വലിയൊരു അപ്പർ റീജിയൻ്റെ അഡ്വാൻറ്റേജസിലാണ് ഇപ്പോൾ തൽക്കാലം നിൽക്കുന്നത്. പരസ്പരമുള്ള ഫയറിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ KWH ആൻഡ് AGM ടീമിൻ്റെ. അപ്പം അവിടെ കുഴപ്പങ്ങളൊന്നുമില്ല. തട്ടിപ്പുറത്ത് നോക്കുവാണെങ്കിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അവിടുത്തെ ഫൈറ്റ് നടന്നുകൊണ്ടിരിപ്പുണ്ട്. വേറെ ഒരു ടീമും അടുത്തടുത്ത് എത്തുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പം റെഡക്സ് ടീമിൻ്റെ അടുത്തേക്ക് ബ്ലൈൻഡിലെ മെമ്പേഴ്സ് ബ്ലൈൻഡ് വൂൾഫ് അവിടെ റെഡക്സിൻ്റെ അടുത്തേക്ക് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ എത്തുമെന്ന് തോന്നുന്നു. എന്തായാലും റെഡ് ഹുഡിന് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. അതേമാതിരി ഇനി KWH ആൻഡ് AGM തമ്മിലുള്ള ഫൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചലിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ AGM ടീം അവിടെ നിന്ന് വണ്ടി എടുത്ത് പോകുമോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല. ബ്ലൈൻഡ് റിവേഴ്സൊക്കെ ഒരു ബ്ലൈൻഡ് റിവേഴ്സ് അല്ല, ബ്ലൈൻഡിലെ ഒരു മെമ്പർ അവിടെ ഇടത്ത്. LXലെ മെമ്പേഴ്സ് അവിടെ നല്ലൊരു ടോപ്പ് ഓഫ് ദ ഹിൽ അഡ്വാൻറ്റേജ് നിൽക്കുകയാണ്. DKC ടീം അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. DKCയിലെ മെമ്പേഴ്സ് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. അപ്പം നമുക്ക് ഇൻഡിവിജ്വൽ വ്യൂവിൽ പോകാതെ നമുക്ക് ടോപ്പ് ഓഫ് ദ വ്യൂവിൽ നിൽക്കുന്നതിന് കാരണം തന്നെ ഈ കൂടെ ഈ ഹാങ് ആവുന്നതാണ്. ഗൈസ് നമ്മൾ പെട്ടെന്ന് മാറ്റുന്നതനുസരിച്ച് അവിടെ മാറ്റങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. തൊട്ട് പുറകിൽ കൂടെ ടീം നമ്പർ 20യുടെ തൊട്ട് പുറകിൽ കൂടെ ഒരു വണ്ടി പോകുന്നുണ്ടായിരുന്നു. ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് ആണെന്ന് അറിയത്തില്ല. എന്തായാലും ഹോക്സിലെ മെമ്പേഴ്സ് ആയിരുന്നു. ഹോക്സിലെ പാണ്ഡയൊക്കെ ഹോക്സ് വില്ലൻ പാണ്ഡയൊക്കെ തൊട്ടടുത്തൂടെ പോകുന്ന കാണാം. ബ്ലൈൻഡ് വൂൾഫ് അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. LMX മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുത്തിട്ടുണ്ട്. LMX സാൽവോ വൈറ്റിയൊക്കെ അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സാൽവോ വൈറ്റിനെയൊക്കെ നോക്കുകയാണെങ്കിൽ ദൂരെ കൂടെ പോകുന്ന വണ്ടിക്ക് ആണ് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സാൽവോ വൈറ്റ് ബ്രൂട്ടൽ ടീമാണെന്ന് തോന്നുന്നു. ബ്രൂട്ടൽ ടീമിനെതിരെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. LMX മെമ്പേഴ്സ് ഒരു കോണിൽ നിന്ന് അങ്ങ് തുരുതുര വെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ. അപ്പോൾ എന്തായാലും LMX ടീമിലെ മെമ്പേഴ്സ് സാൽവോ വൈറ്റിയാണ് അവിടെ ഫയറിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൊട്ട് മേളിൽ വേറൊരു ടീം LMXലെ IDനെയൊക്കെ കാണാം. LMX ഇഗ്നൈറ്റിനെയൊക്കെ തൊട്ടടുത്ത് കാണാം. ബാക്കി മെമ്പേഴ്സ് ഒന്നും കയറി വരുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ബ്ലൈൻഡ് വൂൾഫ് അവിടെ ദൂരെ നിന്ന് തിരിച്ച് ഓപ്പൺ ഫയർ കൊടുത്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. തൊട്ടടുത്ത് നിന്ന് തന്നെ വേറെ ടീമുണ്ട്. നമ്മുടെ റെഡക്സിലെ മെമ്പേഴ്സ് ഉണ്ട്. അവർ തമ്മിലുള്ള ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. KWH ടീം ഹോക്സിലെ മെമ്പറിൻ്റെ അടുത്ത് ഹോക്സ് വില്ലൻ്റെ അടുത്തേക്ക് KWHലെ മെമ്പേഴ്സ് KWH മോട്ടൽ എത്തിയിട്ടുണ്ട്. മോട്ടലിനെതിരെ ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു. വില്ലൻ എന്തായാലും അവിടെ നിന്ന് ഓടുന്നുണ്ട്. അപ്പോൾ വില്ലൻ എന്തായാലും അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. എന്തായാലും സീൻ കോൺട്രയാകുന്ന മനസ്സിലായിട്ട് അവിടെ നിന്ന് ആശാൻ മാറിയിട്ടുണ്ട്. എന്തായാലും വില്ലൻ തൊട്ടപ്പുറത്ത് KWH മോട്ടൽ അവിടെ നിൽക്കുന്നു. മോട്ടൽ അവിടെ ബാക്കി വന്ന് ഫയർ കൊടുക്കാനുള്ള AGM ടീമിന് ബാക്കി വന്ന് ഫയർ കൊടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോൾ AGM ടീമിന് അവിടെ സോണിൽ പോകേണ്ടതായിട്ടുണ്ട്. KWH ടീമിന് സോണിൽ പോകേണ്ടത്. KWH മോട്ടലൊക്കെ അവിടെ സോണിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഹോക്സിലെ വില്ലൻസ് അവിടെ ഒറ്റയ്ക്ക് പെട്ടുപോയിട്ടുണ്ട്. എന്തായാലും അപ്പോൾ സോൺ വീണ്ടും എക്സ്ട്രീം ഒരു ഷിഫ്റ്റ് എടുത്തിട്ടുണ്ട്. സോണിലെ മെമ്പേഴ്സ് എക്സ്ട്രീം ഷിഫ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ ബ്ലൈൻഡ് ടീമിലെ മെമ്പേഴ്സിന് സോണിൽ കയറാണ്ട് F2Pന് റെഡക്സ് ഒഴിച്ച് ബാക്കിയുള്ള ടീം ജീനിൽ നിൽക്കുന്നുണ്ട്. ഹോക്സ് പാണ്ഡേനെ അവിടെ LMC പ്ലേയേഴ്സ് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ് വൂൾഫ് ആൻഡ് റെഡക്സിലെ മെമ്പേഴ്സ് പരസ്പരം ഫയറിങ് ചട്ടപ്പെട്ടാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹോക്സ് പാണ്ഡ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എന്തായാലും ബ്ലൈൻഡ് വൂൾഫിനെ അടുത്ത് സ്പോട്ട് ചെയ്ത് വെച്ചേക്കുവാണ് സാൽവോ അവിടെ സ്പോട്ട് ചെയ്തേക്കുന്നത്. ബ്ലൈൻഡ് വൂൾഫുമായിട്ടുള്ള ഫയറിങ് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരു കോമ്പൗണ്ടിൽ എത്തിയിട്ടുണ്ട് മെമ്പേഴ്സ്. LMXലെ മെമ്പേഴ്സ് ഫൈറ്റ് എടുക്കുന്നുണ്ട്. നമ്മുടെ റെഡക്സുമായിട്ടുള്ള ഫൈറ്റിങ് അവർ നടത്തുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ബാക്കി ഇനി നോക്കുകയാണെങ്കിൽ ആരെ കൊല്ലും ആരുമായിട്ട് അടിക്കും എന്നറിയത്തില്ല. അപ്പോൾ വണ്ടിയൊക്കെ ഇടയ്ക്ക് പൊട്ടിച്ച് കിടക്കുന്നുണ്ട്. മാക്സ് സെർവർ റെസ്പോൺസ് ടൈം ഔട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും പോരാത്തതിന് ഇതും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും അവസ്ഥ എന്നറിയത്തില്ല. എന്തായാലും നമ്മൾ ശ്രമിച്ചു നോക്കാം. നമുക്ക് തിരിച്ചെത്താൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും ശ്രമിച്ചു നോക്കാം. നമുക്ക് മാക്സിമം ശ്രമിച്ചു നോക്കാം. ഓക്കെ, KWH സ്റ്റാൻഡ് ടൈറ്റം AGM എന്തായാലും ഡൗൺ ചെയ്തിട്ടുണ്ട്. ടൈറ്റം AGM അവിടെ ഡൗൺ ആയിട്ട് വന്നായിരുന്നു. സെർവർ വീണ്ടും ടൈം ഔട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നു. രക്ഷയില്ല.
മത്സരത്തിൽ നിന്ന് ഇറങ്ങി പോകാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം കുഴപ്പങ്ങളൊന്നുമില്ല, നമുക്ക് ഇപ്പോഴും കാണാൻ. KWS ടീം അവിടെ ഓരോന്നോരോന്നായിട്ട് കില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് സൂമിൻ ചെയ്തോട്ടെ. KWSൻ്റെ ഫൈറ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. AGM ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തത്. ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് അവിടെ LX ടീമിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ടായിരുന്നു. LXലെ മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. BR ടീം ഒക്കെ എടുത്ത് വെച്ച് വന്നേക്കുവാണ്. എന്തായാലും ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സിനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ LX മെമ്പേഴ്സ് അവിടെ സോണിനുള്ളിൽ കയറി നിൽക്കുകയാണ് തൽക്കാലത്തേക്ക്. അപ്പോൾ ബാക്കി LX ഗുളികനൊക്കെ അവിടെ ഓടി നടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് വേറെ മെമ്പേഴ്സ് ഉണ്ടോയെന്നൊക്കെ നോക്കി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ARL നമ്മുടെ അവിടെ. അപ്പം ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് ഫയറിംഗ് തുരുതുരെ ഉതിർത്തുകൊണ്ടിരിക്കുകയാണ് LXലെ മെമ്പേഴ്സ്. ഹോക്സ് വില്ലനെ തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ടീമിൽ LMGയിലെ മെമ്പേഴ്സിനെ കാണാൻ കഴിയും. ബ്രൂട്ടൽ അവിടെ ബ്ലൈൻഡ് വൂൾഫിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബ്രൂട്ടലിലെ മെമ്പർ വന്ന് F2P ടീമും അവിടെ സോണിനുള്ളിൽ കയറിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇവിടെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നല്ലോ, LMX. അപ്പോൾ സെറം DKC ബ്രൂട്ടൽ വൂൾഫിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അവരുടെ ഫൈറ്റ് എവിടെ നടക്കുന്നതെന്ന് നോക്കാൻ. DKC ടീം ആൻഡ് ബ്രൂട്ടൽ ടീമിൻ്റെ ഫൈറ്റ് എവിടെ നടക്കുന്നതെന്ന് നോക്കാം. അവർ സോണിൽ കയറാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. ബ്രൂട്ടൽ വൂൾഫിനെ അവിടെ DKC ആറ്റം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. DKC ആറ്റം ഒറ്റയ്ക്ക് നിന്ന് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ DKC റൈസിനെയൊക്കെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അവിടെ സ്മോക്ക് ഇട്ട് റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ആറ്റത്തിന് അവിടെ നല്ല ഫയർ കൊടുക്കുന്നുണ്ട്. തിരിച്ച് ഫയർ കൊടുത്തുകൊണ്ടിരിപ്പുണ്ട്. എന്തായാലും അവർക്ക് സോണിൽ പോകേണ്ടതായിട്ടുണ്ട്. സോണിൽ കയറി ശ്രമിക്കുന്നതായിരിക്കും അടുത്തത് തന്നെ. അവർ വണ്ടിയൊക്കെ അടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കൊന്ന് ഏത് ടീം മെമ്പേഴ്സാണ്, നമ്മുടെ റെഡക്സിലെ മെമ്പേഴ്സാണെന്ന് തോന്നുന്നു. വണ്ടിയൊക്കെ അടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഓപ്പണിൽ കൂടെ ഓടുന്നേ ഉള്ളൂ. ഇതുവരെ ഫയറിങ്ങൊന്നും മാക്സിമം കൊടുത്ത് വണ്ടി ബുള്ളറ്റ് തീർക്കണ്ടെന്ന് അവർ തീരുമാനിച്ച് കാണും. എന്തായാലും റെഡക്സിലെ മെമ്പേഴ്സ് മനോഹരമായിട്ട് തന്നെ പൊരുതുന്നുണ്ട് അവിടെ കോമ്പൗണ്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ അവർക്ക് സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. ബാക്കി രണ്ട് മെമ്പേഴ്സിന് KWS മെമ്പേഴ്സ് ആൻഡ് ഗ്രൗണ്ട് സീറോയുടെ ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കില്ലുമൊക്കെ നല്ല ഹെൽത്ത് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. റേഞ്ച് GCയുടെ അടുത്തേക്ക് നല്ല ഹെൽത്ത് ഡൗൺ ആയിട്ട് KWS ചാനിനെ അവിടെ ഇൻസ്റ്റൻ്റായിട്ട് സ്പോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. KWH ആര്യ സ്റ്റാർക്കൊക്കെ നോക്കുകയാണെങ്കിൽ KWH മോട്ടറിലെ കാണാം. മോട്ടറിലൊക്കെ അവിടെ അടുത്ത് വെയിറ്റ് ചെയ്യുന്ന LMX പ്ലേയേഴ്സ് അവിടെ വന്ന് സ്ലാമിങ് ചെയ്തിട്ടുണ്ട്. KWH ആര്യ സ്റ്റാർക്ക് അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആര്യ സ്റ്റാർക്കിൻ്റെ അടുത്തേക്ക് വന്ന് എത്തിയിട്ടുണ്ട്. ആര്യ സ്റ്റാർക്കിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. LMXൽ ഒരു പ്ലെയർ ഡൗൺ ആയിട്ടുണ്ട്. ആര്യ സ്റ്റാർക്ക് അതേമാതിരി അവിടെ ഡൗൺ ആയിട്ടുണ്ട്. LMXൽ KWH മോട്ടറിൽ അവിടെ ബാക്കിൽ കൂടെ വന്നിട്ട് തന്നെ മനോഹരമായിട്ട് ഫൈറ്റ് എടുത്തിട്ടുണ്ട്. LMXൽ 3 മെമ്പേഴ്സിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. LMX ഇഗ്നൈറ്റ് അവിടെ ഒറ്റയ്ക്ക് കയറി നിന്ന് ഓരോ മെമ്പേഴ്സിനെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. KWH മോട്ടറിൽ അവിടെ നിന്ന് നെയ്ഡും മോളിയൊക്കെ എടുത്തെറിയുന്നുണ്ട്. നെയ്ഡ് കറക്റ്റ് സ്ഥാനത്ത് എത്തിയിരുന്നെങ്കിൽ ഇപ്പം ഒരു പക്ഷേ മേ ബി മനോഹരമായിട്ടുള്ളൊരു കില്ല് നല്ല അടിപൊളിയായിട്ട് തന്നെ ആ നെയ്ഡ് വീണിട്ടുണ്ട്. നെയ്ഡ് പൊട്ടി 2 മെമ്പേഴ്സിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. LMXൽ നബ്സി ഇഗ്നൈറ്റ് മാത്രമേ ബാലൻസ് ഉള്ളൂ. അപ്പോൾ ഇഗ്നൈറ്റിന് നല്ല ഡാമേജ് കിട്ടുന്നുണ്ട്. LMX ടീമിലേക്ക് KWH മോട്ടറിൽ അവിടെ കയറി റഷ്യൻ ചെയ്യുന്നുണ്ട്. സ്ലാമിങ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. KWH മോട്ടറിൽ അവിടെ ഒറ്റയ്ക്ക് കയറി ചെല്ലുകയാണ്. മോട്ടറിനെ നോക്കാം. മോട്ടറിൽ അവിടെ ഫയർ കൊടുത്തിട്ടുണ്ട്. LMXലെ എല്ലാ ID മാത്രമേ ഇനി ബാലൻസ്. ID അവിടെ F2Pയിലായിട്ട് ഇൻസ്റ്റൻറ്റ് സ്വിച്ച് ആയിരുന്നെന്ന് തോന്നുന്നു. FTP TPP സ്വിച്ച് മനോഹരം. KWH മോട്ടറിന് അവിടെ നല്ല ഡാമേജ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. മോട്ടറിനോട് എവിടെ നിന്ന് ഡാമേജ് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. എന്തായാലും വണ്ടിയൊക്കെ എടുത്ത് മാറ്റിയിടുന്നുണ്ട്. വണ്ടിയൊക്കെ എടുത്ത് സോണിൽ പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് KWH മോട്ടറിൽ. എന്തായാലും അവിടെ ഇപ്പോൾ വേണമെങ്കിലും വണ്ടി പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വണ്ടി അവിടെ പൊട്ടിക്കുന്നുണ്ട്. വണ്ടിക്ക് ചട്ടപ്പട്ട അട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. മോട്ടറിൽ നല്ല ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. മോട്ടറിൽ സോണിൽ പോകേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്ത് സംഭവിക്കും എന്നുള്ള അറിയത്തില്ല. സോൺ നല്ല ദൂരമാണ്. അപ്പോൾ ബാക്കി മെമ്പേഴ്സെല്ലാം അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സിന് നോക്കാം. ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് അവിടെ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഹോഗ് റൈഡറൊക്കെ അവിടെ ഓടുന്നുണ്ട്. ഹോഗ് റൈഡറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹോഗ് റൈഡറിനെയൊക്കെ വെട്ടിവെച്ച് താഴെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ അവർ ഒരു ഷാക്കിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. തൽക്കാലം അവർക്ക് ഡാമേജ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. സോണിൽ ഇപ്പോൾ തൽക്കാലം എന്ന് പറയാൻ ആരും തന്നെ ഇല്ല. തൽക്കാലം ഈ ടീമുകളിൽ ആരും സോണിൽ തന്നെ ഇല്ല. KWH മോട്ടറിൽ അവിടെ സോണിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. മോട്ടറിൽ ഒറ്റയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് എയ്ഡ് എടുത്തുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ കാഴ്ചകൾ കാണണം മോട്ടറിൻ്റെ അടുത്തേക്ക്. മോട്ടറിൽ അവിടെ ഓടി എത്താൻ സാധിക്കുകയാണെങ്കിൽ മോട്ടറിൽ നിന്ന് വലിയ ഒരു അച്ചീവ്മെൻറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ സോണിൻ്റെ തൊട്ടടുത്താണ് മോട്ടറിൽ നിൽക്കുന്നത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും സോണിൻ്റെ അടുത്തേക്ക് കയറിച്ചില്ല. മാഡ് മാക്സ് ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് ജസ്റ്റ് ഇൻ എന്ന് പറയാം. മോട്ടറിൽ അവിടെ ജസ്റ്റ് ഇൻ ആയിട്ടുണ്ട്. അപ്പോൾ LX ടീം അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. KWH ടീമിന് വേണ്ടി ബാക്കിയൊന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഹോക്സിലെ മെമ്പർ അവിടെ ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സിനെതിരെ ഫയർ എടുത്തുകൊണ്ട് ഗ്രൗണ്ട് സീറോ ഹോഗ് റൈഡറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഹോക്സ് വില്ലൻ്റെ മനോഹരമായ നെയ്ഡുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റേഞ്ച് സീറോയുടെ അടുത്ത് നെയ്ഡ് പൊട്ടിയിട്ടുണ്ട്. റേഞ്ച് സീറോ അവിടെ ഹോഗ് റൈഡറിനെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഓരോ നെയ്ഡുകൾ ഇങ്ങനെ ചന്നം പിന്നം വന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊക്കെ നെയ്ഡ് പൊട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ എന്തായാലും ഹോക്ക് റൈഡറിനെ അവർ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഹോക്സിലെ മെമ്പേഴ്സ് നമ്മുടെ F2P മെമ്പേഴ്സ് അവിടെ വന്നിട്ട് തേർഡ് പാർട്ടി അടിച്ചിട്ടുണ്ട്. F2P മെമ്പേഴ്സ് തൊട്ടടുത്ത് തന്നെ റെഡക്സ് ടീമിനെ കാണാൻ നമുക്ക്. LXലെ മെമ്പേഴ്സ് അവിടെ ഒരു കവറിൽ വന്ന് നിൽപ്പുണ്ട്. LXലെ മെമ്പേഴ്സ് ഹൂളിഗനൊക്കെ അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഹൂളിഗനൊക്കെ അവിടെ വന്ന് ചാടി ഇറങ്ങിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ്, LXലെ മെമ്പേഴ്സ് എല്ലാം തന്നെ ഒരു കേവസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. F2P CS അവിടെ MRC ലൂപ്പിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെഡക്സിന് ഓരോ മെമ്പേഴ്സിനായിട്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് 6 ടീമുകളിലായിട്ട് 17 മെമ്പേഴ്സ് ഇപ്പോഴും അല്ലായതുകൊണ്ട് നമ്മുടെ 6ാമത്തെ സോൺ ഇപ്പോഴും കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ LMX IDക്ക് അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. LMX ID ലൂഫിയൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ലൂഫിനെ അവിടെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. LXലെ ഓൾ അവിടെ ഓൾ അല്ലല്ലോ ARL അവിടെ കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പം ടീം F2Pക്ക് അപ്പോൾ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. ബാക്കി LX ഹൂളിഗൻ അവിടെ നല്ലൊരു ഹോൾഡിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹോഗ് റൈഡറൊക്കെ ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. അവർ നല്ലൊരു ഹോൾഡിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്തൊരു നേട് വന്നിട്ടുണ്ട്. റെഡക്സ് ടീമിൻ്റെ അടുത്ത് മനോഹരമായ ഒരു നേടാണ് എറിഞ്ഞേക്കുന്നത്. LX സ്നൈപ്സ് ഒക്കെ എന്തായാലും MRC ലൂപ്പ് ഇപ്പം വീണ്ടും ഡൗൺ ആയിട്ടുണ്ട്. സ്നൈപ്സ് അപ്പോഴും ഹോൾഡ് ചെയ്തേ ഉള്ളൂ. അവിടെ F2P ജയാസിനെയൊക്കെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. റെഡക്സിലെ മെമ്പേഴ്സ് ഒരു രക്ഷയില്ലാത്ത കളി. ഇപ്പോൾ LXലെ ARL അവിടെ ദൂരെ നിന്ന് ഫൈറ്റിംഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോൺ അവിടെ വീണ്ടും ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സോണിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കി മെമ്പേഴ്സ് ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് 4 ടീമുകളായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. 14 മെമ്പേഴ്സ്. അപ്പോൾ BRDMൻ്റെ നല്ലൊരു കവർ എടുത്തിട്ടുണ്ട്. LXലെ മെമ്പേഴ്സ് എല്ലാം ഒന്ന് സ്പ്രെഡായിട്ടാണ് നിൽക്കുന്നത്. അപ്പം റെഡക്സിലെ ബാക്കി 4 മെമ്പേഴ്സ് അവിടെ ലൈവായിട്ടുണ്ട്. ബാക്കി മെമ്പേഴ്സ് ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് അവിടെ കയറി പുഷ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. LX ഹൂളിഗൻ അവിടെ വെയിറ്റ് ചെയ്യുന്നത്. LX ARL അവിടെ വെയിറ്റ് ചെയ്യുന്നത്. F2Pയിലെ ഓംകാർ സിംഗ് ഒക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. MRC ലൂസി സ്നൈപ്സ് LMXലെ പ്ലെയർ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ 4 ടീമുകൾ തമ്മിലുള്ള ഫൈറ്റാണ്. അപ്പോൾ 4 ടീമിനെ ഫ്രെയിമിൽ കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്നു ഞാൻ. എന്തായാലും ഫ്ലോക്കി LX ഹൂളിഗനെ ഹോഗ് റൈഡർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. F2P നക്കുലിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിക്കുമായിരുന്നു. എന്തായാലും ഫ്ലോക്കി LB അവിടെ ടീം നമ്പർ 4ലെ ഫ്ലോക്കിക്ക് നല്ല ഡാമേജ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഫ്ലോക്കി അവിടെ എന്തായാലും ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. LX ടീമിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. ഓക്കെ, റെഡക്സ് ടീമിന് വേണ്ടിയായിരുന്നു ഫ്ലോക്കി അവിടെ നിൽക്കുന്നത്. അപ്പോൾ LX ഫ്ലോക്കി ആൻഡ് നമ്മുടെ F2P മെമ്പേഴ്സിനെ നമുക്കെല്ലാം കാണാം. അപ്പോൾ അവരെല്ലാം സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സോണിൻ്റെ നല്ലൊരു ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോണിലേക്ക് എല്ലാ മെമ്പേഴ്സും ഇഴഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. സോൺ ചെറിയൊരു സോൺ ഫോം, 7ാമത്തെ സോൺ അവിടെ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ F2P നക്കിളൊക്കെ അവിടെ ഫയർ, ഹൂളിഗൻ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. LX ARL കയറി വരാൻ ശ്രമിക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല. എന്തായാലും ARLൻ്റെ അടുത്തേക്ക് സ്മോക്കൊക്കെ ഇട്ട് നമ്മുടെ MRC ലൂഫി അവിടെ കയറി ചെല്ലുന്നുണ്ട്. ലൂഫി അവിടെ ഓൾറെഡി 2 തവണ റിവൈവ് ആയിട്ടുണ്ട്. നമ്മുടെ ഏസർ റെഡക്സ് ഒക്കെ അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹൂളിഗനെ അവിടെ ഇൻസ്റ്റൻ്റായിട്ട് കില്ല് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ MRC ലൂഫി അവിടെ പകുതി വഴിയിൽ വിട്ടിട്ടുണ്ട്. ഫ്ലോക്കി അവിടെ ഓംകാർ സിംഗിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഫ്ലോക്കി അവിടെ ഓംകാർ നക്കുലിനെ കൂടെ ഫിനിഷ് ചെയ്തതോടെ 3 ടീംസായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് 3 ടീംസിനെയാണ് നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 ടീംസിൽ നമ്മുടെ ടീം LX ഉണ്ട്, നമ്മുടെ റെഡക്സ് ഉണ്ട്, അതേമാതിരി തന്നെ നമ്മുടെ ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവരും പൊളിക്കളിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി മെമ്പേഴ്സിന് നമുക്ക് ഇപ്പോൾ ഗ്രൗണ്ട് സീറോ അവിടെ കയറി വരുന്നുണ്ട്. നമ്മുടെ സോൾ റെഡക്സ് MRC ലൂഫി മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു LX ടീമിന് വേണ്ടി. അതോ സ്നൈപ്സും ഉണ്ട്. സ്നൈപ്സും ഉണ്ട്. ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് കയറി വരുന്നുണ്ട്. ലൂസി അവിടെ സ്മോക്കൊക്കെ ഇഷ്ടംമാതിരി. MRC ലൂഫി അവിടെ ഹോഗ് റൈഡർ GCനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. റെയിൻ GC അവിടെ ലൂഫിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റൻ്റായിട്ട്. അപ്പോൾ LX സ്നൈപ്സിനെ കൂടെ അവിടെ ഡൗൺ ചെയ്യുന്നുണ്ട്. LX ടീമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. LX സ്നൈപ്സിന് നല്ല ഡാമേജാണ്. ലൂഫി ഓൾമോസ്റ്റ് ഡൗൺ ആണ്. അപ്പോൾ തൊട്ടിനി അടുത്ത ഗ്രെയിൻ സീറോ LX ARL ലൈവ് ആണെന്ന് തോന്നുന്നു. യെസ്, LX ARL ലൈവാണ്. ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സിനെ ഓരോന്നായിട്ട് LX ARL ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ട് സീറോയിൽ LX മെമ്പേഴ്സിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 vs 4 സിറ്റുവേഷനിലാണ് കറൻ്റ് നിൽക്കുന്നത്. ഹോഗ് റൈഡർ ടീം ഒക്കെ സ്പോട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നു. എന്തായാലും നമുക്ക് കുറച്ച് താഴോട്ട് പോകാം. നമുക്ക് ലോ ലെവലിൽ പോയി നോക്കാം. അപ്പോൾ ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് അവിടെ കയറിക്കൊണ്ടിരിക്കുന്ന കില്ലുമൊക്കെ അവിടെ മാച്ച് ഫിനിഷ് ചെയ്തു. റെഡക്സിലെ മെമ്പേഴ്സ് അവിടെ മാച്ച് ഫിനിഷ് ചെയ്തു. FX ഗെയിമിംഗ് വെൽക്കം ടു സ്ട്രീം. അപ്പോൾ ഹായ് ബ്രോ. അപ്പോൾ എന്തായാലും റെഡക്സിലെ മെമ്പേഴ്സ് അവിടെ 8 കിലോട് കൂടി ഇന്നത്തെ ചിക്കൻ ഡിന്നർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതുതന്നെ ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് അവിടെ 6 കിലോട് കൂടി 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. റെഡക്സിലെ മെമ്പേഴ്സ് ആൻഡ് LXലെ മെമ്പേഴ്സ് അവിടെ 3ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 7 കിലോട് കൂടി. F2P 4ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 5ാം സ്ഥാനത്ത് LMX ടീമാണ്. KWH 6ാം സ്ഥാനത്ത്. 7ാം സ്ഥാനത്ത് ഹോക്സ്. 8ാം സ്ഥാനത്ത് ബ്രൂട്ടൽ ടീമാണ്. 9ാം സ്ഥാനത്ത് DKC. 10ാം സ്ഥാനത്ത് ബ്ലൈൻഡ്. 11ാം സ്ഥാനത്ത് AGM. 12ാം സ്ഥാനത്ത് MRC ടീമിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.